ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചവനപ്രാശം എന്ന അവലേഹ്യത്തിനെ കുറിച്ചാണ്. ചവനപ്രാശം എന്നുള്ളത് നമ്മളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നൊഴികെ ഒരുപാട് ആളുകളിലെ ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ അഡൽട്സിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് മറ്റു പല ഗുണങ്ങളുണ്ടോ, അത് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്, ചെറിയ കുട്ടികളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, വലിയ ആളുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ചവനപ്രാശം എന്ന് പറയുന്ന ഈ ഒരു അവലേഹ്യത്തിനെ കുറിച്ച് നമുക്ക് അതിനൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതായത് ചവനപ്രാശം ആദ്യം ഉണ്ടാക്കിയത് ചവന മഹർഷിയാണ്. ചവന മഹർഷി എന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് നാള് ജീവിച്ച് ആൾക്ക് വളരെയധികം വയസ്സായി ജരാനരകളൊക്കെ ബാധിച്ച സമയത്ത് ആൾക്ക് അങ്ങനെ നിത്യയൗവനം, അതായത് അയാൾക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, മഹർഷിക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടായില്ല. അപ്പൊ ആ സമയത്ത് നിത്യയൗവനം വീണ്ടും കിട്ടാനും മരിക്കാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മരുന്നാണ് ചവനപ്രാശം. അപ്പോൾ അത്രയും കാലപഴക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഭാരത സംസ്കാരത്തിന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു സ്വത്ത് തന്നെയാണ് ഈ ചവനപ്രാശം. ഓക്കെ, അപ്പൊ ഇത് ഏത് കൽപ്പനയിലാണ്? ഇപ്പൊ ആയുർവേദ ശാസ്ത്രപ്രകാരം അവലേഹ്യം, നമ്മൾ ലേഹ്യം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലാണ് ചവനപ്രാശത്തിനെ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഇതിന് എന്താണ് റെഫറൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉത്തരസ്ഥാനത്തിലാണ് രസായനം വാചീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോ ഇത് എങ്ങനെയാണ്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഇതിൽ 80ഓളം ഔഷധക്കൂട്ടുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് 80 എണ്ണം പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തത് നമുക്ക് നെല്ലിക്ക, ഏറ്റവും പ്രധാനപ്പെട്ടതും നെല്ലിക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതില് ഒരു 1/2 കിലോയ്ക്ക് ഒരു 500 നെല്ലിക്ക എന്ന രീതിയിൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 500 നെല്ലിക്ക, അതായത് ഓരോ എത്രയോ എമൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ നെല്ലിക്കയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നെല്ലിക്കയാണ് ഫസ്റ്റ് പറയണത്. പിന്നെ കൂവളം ഉപയോഗിക്കാറുണ്ട്, മുഞ്ഞ ഉപയോഗിക്കാറുണ്ട്, കുറുന്തോട്ടി, കടുക്ക, മുത്തങ്ങ, അതേപോലെ തന്നെ തഴുതാമ, കീഴാർ നെല്ലി, അതേപോലെ തന്നെ ശതാവരി, ചിറ്റമൃത്, നെല്ലിക്ക നമ്മൾ നേരത്തെ പറഞ്ഞു, ചന്ദനം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ തേനും നെയ്യും നല്ലെണ്ണയും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കുറച്ച് ഒരു 80ഓളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ അതിലുള്ള ഇൻഗ്രീഡിയൻസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പനി, ചുമ, ജലദോഷം, അതുപോലെ തന്നെ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി പോലെ ഈ ഒരു മരുന്ന് കൊടുക്കാവുന്നതാണ്, ഈ ഒരു ലേഹ്യം കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ചവനപ്രാശം എന്ന ലേഹ്യം കേട്ടോ. പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു മരുന്നായിരുന്നു ചവനപ്രാശം. അതായത് ആ സമയത്തൊക്കെ ഒരുപാട് നമുക്ക് എപ്പോഴും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു അല്ലെ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ, ആസ്മ പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് ഈ ചവനപ്രാശം ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ യങ് ആയിരിക്കാനായിട്ട്, അതായത് നമുക്ക് മുടി നരയ്ക്കുക, അതുപോലെ മുടിക്ക് താരൻ അല്ലെങ്കിൽ മുടിയുടെ ഒരു ശക്തി കുറയുക, താരൻ അല്ലെങ്കിൽ മുടിയുടെ ഒരു ശക്തി കുറയുക, മുടി പെട്ടെന്ന് തന്നെ കൊഴിയുക, അതുപോലെ അകാല നര ഉണ്ടാവുക, അത്തരം അവസ്ഥകൾ, ജരാനരകൾ ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചവനപ്രാശം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മലബന്ധം ഉണ്ടാവുന്ന അവസരത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാം, മലബന്ധം കുറയ്ക്കാനായിട്ടും. അതുപോലെ ഗ്യാസ് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും നമുക്ക് ചവനപ്രാശം ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ
എല്ലിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലിനൊക്കെ നല്ല രീതിയിൽ ബലം കൊടുക്കാനായിട്ട് ചവനപ്രാശം, കാര്യം അതിൽ നമ്മുടെ നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട് അല്ലെ. നെല്ലിക്ക വളരെ നല്ലതാണ് എല്ലുകളുടെ ബലത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നഖങ്ങൾക്ക് നമ്മൾ ചില നഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ജസ്റ്റ് തൊടുമ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോകും. അത്രയ്ക്കും എന്താ പറയാ ഒരു ബലമില്ലാത്ത നഖങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ആ നഖങ്ങളുടെ ഭംഗി നിലനിർത്താനായിട്ട് നമുക്ക് ഈ ഒരു ചവനപ്രാശം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നെർവുകളെ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് ചവനപ്രാശം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധി വളർച്ച, നമ്മളുടെ ബ്രെയിൻ സെൽസിനൊക്കെ നല്ല രീതിയിൽ വികസിക്കാനും അതുപോലെ അത് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ബുദ്ധിവികാസത്തിന് അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക് ഒക്കെ നമ്മൾ ചവനപ്രാശം എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ബെസ്റ്റ് ആണ്. ഈവൻ അഡൽസിനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകള് പ്രശ്നങ്ങൾ ഒക്കെ വരും. ആ സമയത്ത് നമ്മൾ ഇത് സേവിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മുഖത്തെ പ്രശ്നങ്ങൾ ചുളിവുകൾ അതുപോലെ നമുക്ക് ഏജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചു നിർത്താനായിട്ട് നമുക്ക് ഈ ഒരു ചവനപ്രാശം സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ സ്വരശുദ്ധി, ഒരുപാട് മെലിയുന്ന പ്രശ്നങ്ങൾ, അതായത് ഭയങ്കരമായിട്ട് മെലിഞ്ഞുണങ്ങുന്ന ശരീരപ്രകൃതിയൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ച് തടി വെപ്പിക്കാനായിട്ട്, നമ്മുടെ ശരീരം ഒന്നും തടി വെപ്പിക്കുകയല്ല, ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹെൽത്തി വെയിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചവനപ്രാശം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഉറക്കം കുറവായ ആളുകൾക്ക് ഉറക്കം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ചവനപ്രാശം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അത്തരം ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മകാന്തി നല്ല രീതിയിൽ നിലനിർത്താനും നല്ല ഗ്ലോയോട് കൂടിയിട്ടുള്ള ഫേസ് നിലനിർത്തി കൊണ്ടുവരാനൊക്കെ നമുക്ക് ഇത് വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായകമാണ്. ദഹനശക്തി മാത്രമല്ല, നമുക്ക് ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം ജാരണശക്തി. ഇപ്പൊ ദഹനശക്തി അതുപോലെ തന്നെ ജാരണശക്തി രണ്ടും നമ്മുടെ ശരീരത്തിന് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് പോഷണം, ശരീരത്തിലെ ധാതു പോഷണം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രസം, രക്തം, മാംസം, മേധോ, അസ്ഥി, മജ്ജ, ശുക്ല, ഈ 7 ധാതുക്കൾക്കും പോഷണം തന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ധാതുക്കൾക്കും പോഷണം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു ദഹന പ്രക്രിയ ആയാലും ജാരണശക്തി ആയാലും, അതായത് നമ്മുടെ ശരീരത്തിൽ പോഷണം അബ്സോർബ് ചെയ്യാനുള്ള കഴിവും നിലനിർത്തി പോകാനും കൂട്ടാനും ഒക്കെ നമ്മുടെ ഈ ലേഹ്യത്തിന് നല്ല രീതിയിലുള്ള കഴിവുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ, നമുക്ക് സാധാരണ ഒരു 5 തൊട്ട് 15 ഗ്രാം വരെ ഇത് ഉപയോഗിക്കാം. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരു 5 തൊട്ട് 10 ഗ്രാം വരെ, അതായത് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ കൊടുത്താൽ മതി. അത് നമുക്ക് എന്നാൽ ഇത്തിരി പ്രായമായ ആളുകൾ, അതായത് കുഞ്ഞുങ്ങളല്ല, കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഒരു ടീസ്പൂൺ കൊടുക്കാവുന്നതാണ്. അതായത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 തൊട്ട് 15 ഗ്രാം വരെ നമുക്ക് ഈ ലേഹ്യം കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ കൊടുക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ വരികയാണെങ്കിൽ അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെറു ചൂടുള്ള പാല് അതിന്റെ മീതെ കുടിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഇഷ്യൂസുകളൊന്നും വരാതിരിക്കാനായിട്ട് ഈ മീതെ ചെറു ചൂട് പാല് കുടിക്കുന്നത് ഒരുപാട് സഹായിക്കുന്നതാണ് ചെറിയ കുട്ടികൾക്കായാലും. പിന്നെ ഇതിന്റെ റിസൾട്ട് കുറച്ചും കൂടി ഡബിൾ ആക്കാനായിട്ട് നമുക്ക് ഈ മീതെ ചെറു ചൂടുള്ള പാല് കുടിക്കുന്നത് സഹായകമാണ് കേട്ടോ. പിന്നെ നല്ല, ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ 2 നേരം കഴിക്കുന്നതിനും പ്രശ്നമില്ല. ഓരോ ടീസ്പൂൺ വീതം 2 നേരം, രാവിലെയും വൈകുന്നേരവും നമുക്ക് കഴിക്കാം കേട്ടോ, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന്റെ ദോഷങ്ങൾ, നമുക്ക് നന്മ മാത്രം പറഞ്ഞ കാര്യമില്ലല്ലോ. ചില ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ദോഷങ്ങളും കൂടി പറയാം. അതായത് ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്കറിയാം, സാധാരണ ലേഹ്യങ്ങളൊക്കെ നല്ല രീതിയിൽ മധുരം ചേർക്കുന്നവയാണ്. അപ്പൊ ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹം ഉണ്ട്, അല്ലെങ്കിൽ PCOD ഇഷ്യൂസുകളൊക്കെ ഉണ്ട് എന്നുള്ളവര് ഒരിക്കലും ഈ മധുരം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈ ലേഹ്യം മേടിച്ച് ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് ഇപ്പോ മധുരം കുറവുള്ള, ഇപ്പൊ ഡാബറിന്റെ ഒക്കെ നമുക്ക് മധുരം കുറവുള്ള ലേഹ്യങ്ങൾ അവൈലബിൾ ആണ്. എല്ലാ ഫാർമസിക്കാരും ഇറക്കുന്നുണ്ട്. കോട്ടക്കിൽ ഇറക്കുന്നുണ്ട്, വൈദ്യരത്നം ഇറക്കുന്നുണ്ട്, അതേപോലെ സീതാറാം ഇറക്കുന്നുണ്ട്, ഒരുപാട് ഫാർമസിക്കാരെ ഇറക്കുന്നുണ്ട് കേട്ടോ. AVP അതേപോലെ ഒരുപാട് ഫാർമസികൾ ഇറക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവര് ഇറക്കുന്നതില് മധുരം ഇല്ലാത്തത് ചോദിച്ചു മേടിക്കാനും, അതുപോലെ ഡാബറിന്റെ ഒക്കെ അവർ മധുരം ഇല്ലാത്ത ഒരു ഇതും കൂടി ഇറക്കുന്നുണ്ട്. അപ്പൊ അതും ശ്രദ്ധിച്ചു. അതുപോലെ ഗ്രാന്യൂൾസ്, ഇപ്പൊ ഈ ചവനപ്രാശത്തിന്റെ ഗുളികകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ മേടിക്കാനും കഴിയും കേട്ടോ.
അപ്പൊ അത് മേടിക്കുന്നതും നമുക്ക് ഷുഗർ ഇല്ലാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമുക്ക് ഷുഗർ ഒന്നും കൂട്ടി കൊണ്ടുപോകാതെ പോകാനായിട്ട്, നമുക്ക് പ്രമേഹം വർദ്ധിപ്പിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ ചില സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടക്കത്തിലൊക്കെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ കഴിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ളവർ ഫസ്റ്റ് ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ, സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ മാത്രം കേട്ടോ, ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ നമുക്ക് ഒരു ഫുള്ളായിട്ട് നമുക്കൊരു ശുദ്ധീകരണ തെറാപ്പി ഒക്കെ ഉണ്ട്, അതായത് ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി എന്ന് പറയാം. അങ്ങനത്തെ ചികിത്സകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ ചവനപ്രാശം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു അത്ഭുത ഔഷധത്തിനെ കുറിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഇത്ര നേരം ശ്രവിച്ചതിന്. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.